പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:10. നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ തിരുവചനത്തിലൂടെ ഈശോ നമുക്കൊരു ഉറപ്പ് തരുക. ദൈവത്തിന്റെ സ്നേഹം സ്ഥിരമാണ്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ പറയുന്നുണ്ടല്ലോ, എൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണ്, എൻ്റെ ഹൃദയം നിറയെ കരുണയാണ്. അതായത് ഒരാത്മാവിന് വിശുദ്ധിയിലേക്ക് വരാൻ ഏറ്റവും സഹായകമാകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? വിശുദ്ധിയിൽ പുരോഗതി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാത്മാവ്, ഒരു വ്യക്തി ചെയ്യേണ്ടത് ദൈവത്തിന്റെ കരുണയെ ശരണപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആ കരുണയും സ്നേഹവുമാണ് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്നത്, പരിശുദ്ധി കൊണ്ട് നിറയ്ക്കുന്നത്. ഈശോയുടെ ആ ഹൃദയം നിറയെ സ്നേഹമാണ്, ഈശോയുടെ ഹൃദയം നിറയെ കരുണയാണെന്ന് പറയുമ്പോൾ എത്ര വലിയ പാവിയും ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് എത്തുമ്പോൾ, ഈശോയുടെ ആ കരുണയിലേക്ക് എത്തുമ്പോൾ, ഈശോയുടെ സ്നേഹത്താൽ, ഈശോയുടെ കരുണയാൽ ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുകയാണ്, അനുഗ്രഹിക്കപ്പെടുകയാണ്. ആ വ്യക്തി വിശുദ്ധിയിലേക്ക് പുരോഗമിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം നമ്മളോട് പറയുന്നത്, കർത്താവ്, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിന്, ദൈവത്തിന്റെ കാരുണ്യത്തിന്, ഒരു പാവിയോടുള്ള ദൈവത്തിന്റെ കരുണയ്ക്ക് ഒരിക്കലും മാറ്റം വരാത്ത അത് സ്ഥിരമായിട്ടുള്ളൊരു സ്നേഹമാണ്. ഈ സിയനായിലെ കത്രീനയ്ക്ക് കത്തിജ്വലിക്കുന്ന ഒരു ഹൃദയം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈശോ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഈശോയുടെ ആ ഹൃദയത്തോട് അവളുടെ ഹൃദയത്തെ അങ്ങ് ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ആ സിയനായിലെ കത്രീനയ്ക്ക് കിട്ടിയ ഭാഗ്യം നമുക്കും കിട്ടട്ടെ. ഈശോയുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയം ഈശോ തന്നെ ചേർത്ത് വെക്കട്ടെ. അങ്ങനെ ആ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന പരിശുദ്ധിയാൽ നമ്മുടെ അശുദ്ധ ഹൃദയത്തിലെ എല്ലാ അശുദ്ധിയും നീങ്ങിപ്പോകട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമുക്ക് വിശ്വസിക്കാൻ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും മാറ്റം വരാത്തൊരു കാര്യം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവം നമ്മളെ സ്ഥിരമായി സ്നേഹിക്കുന്നു. ഇത് അനുഭവിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ, അഭിഷേകം തരട്ടെ. ആമേൻ, ഹല്ലേലൂയ.